Tread softly, for we are treading on the dreams of a sensitive society of outcasts here in Thiruvananthapuram. But if you are searching where else you can find this level of happiness among the disabled, your search will be long and hard. Right from the beginning of a recorded history, different castes, religions, and races in different climes have treated the differently abled differently. The story of this complex struggle of the disabled begins in Greece, the cradle of all civilizations. Now a bit of statistics. The website of the Department of Social Justice, Kerala, lists 33 government centers for the protection of marginalized citizens, aged, physically disabled, or mentally challenged, all across the state. This includes vocational training centers for the differently able, 387 NGOs contribute their valuable might in this effort. In Thiruvananthapuram district alone, there are 12 centers, including some run by NGOs. As per the 2015 census, there are 130,798 differently able below the age of 19 in our state. 21,533 among them are intellectually challenged, and 8,697 of them have speech and language disability. 6,838 have learning disability. Listen to Benny Abraham, Secretary, Parivar Kerala, an association of parents of children with intellectual disabilities, and Sina Benny, his wife and mother of an autistic child, who acts as the president of Parivar Trivandrum district. പരിവാർ കേരള എന്ന് പറഞ്ഞാൽ നാഷണൽ പരിവാറിൻ്റെ ഭാഗമായി സംസ്ഥാന ഘടകമാണ്. MR, ഓട്ടിസം, സെറിബ്രൽ പൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഇതോട് ചേർന്നുള്ള കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും രക്ഷകർത്താക്കളെ ബോധവൽക്കരിക്കുകയും എന്നുള്ളതാണ് സംഘടനയുടെ ലക്ഷ്യം. നിരന്തരം മാറി മാറി വരുന്ന സർക്കാരുകൾ സമ്മർദ്ദം ചെലുത്തുകയും അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുവാനായി കുട്ടികൾക്ക് വേണ്ടി രക്ഷകർത്താക്കളായ ഞങ്ങൾ ഇടപെടുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പരിവാർ കേരള ഉദ്ദേശിക്കുന്നത് സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ പൊതുജന പങ്കാളിത്തത്തോടുകൂടി രക്ഷകർത്താക്കളെ ചേർന്ന് ഇവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ്. CSR ഫണ്ട്, ജനപ്രതിനിധികളുടെ ഫണ്ടുകൾ ഇവ കൂടി ഈ മേഖലയ്ക്ക് പ്രയോജനപ്പെടുത്തിയാൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നാളെ രക്ഷകർത്താക്കൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നല്ലൊരു പുനരധിവാസം സൃഷ്ടിക്കുവാൻ സാധിക്കുന്നതാണ്. ചില ഓട്ടിസം ഒട്ടും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഇതാണ്. കാരണം കുട്ടികളെ കണ്ടാൽ നോർമലായി തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ആ തെറാപ്പികൾ സ്റ്റാർട്ട് ചെയ്താൽ കുഞ്ഞിന് പെട്ടെന്ന് തന്നെ ഡെവലപ്മെൻറ്റ് പെട്ടെന്നുണ്ടാകും. അബയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് ഞങ്ങൾ ഒരു 1.5 വയസ്സ് കഴിയുമ്പോഴാണ് ഈ മോനിലുള്ള വ്യത്യാസങ്ങൾ, അതായത് അവൻ സംസാരം നിർത്തി, പിന്നെ സോഷ്യൽ ഒരു കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് എന്തോ മാറ്റം വന്നല്ലോ എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു. ആദ്യമൊക്കെ അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പിന്നീട് ഞങ്ങൾ വെല്ലൂർ ചെന്നാണ് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കൺസൾട്ടേഷനിലൂടെയാണ് ഇങ്ങനെ ഓട്ടിസം എന്നൊരു അസുഖത്തെപ്പറ്റി അറിയുന്നത് തന്നെ. Captain Muhammad Riaz, father of a child affected with autism and patron of Part 2 Angels World, is sharing his experiences.
മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കൈലാമതിയേ കുന്നും തേരും മയമ്പുണ്ടോ അപ്പന്മാരുടെ ചോരനുണ്ടോ. ഓട്ടിസം സ്പെക്ട്രം ബാധിച്ച റൈജിൽ റിയാസ് എന്ന് പറയുന്ന കുട്ടിയുടെ ഫാദറാണ് ഞാൻ. പ്രധാനപ്പെട്ട ഭിന്നശേഷിക്കാരിൽ നമ്മൾ പറയുന്നത് ഓട്ടിസം, സെറിബ്രൽ പാൾസി, മെൻ്റലി റിട്ടാർഡേഷൻ, ഡൗൺ സിൻഡ്രോം ഇങ്ങനെയുള്ള ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള എല്ലാ വിഭാഗത്തിലും ഏറ്റവും കൂടുതൽ വിഷമത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഓട്ടിസവും സെറിബ്രൽ പാൾസിയും. എൻ്റെ മകൻ വളരെ കുഞ്ഞായിരുന്ന സമയത്ത് ഞാനൊക്കെ ഇത് പുറത്ത് പറയാനായിട്ടുള്ള ഒരു മടിയുണ്ടായിരുന്നു. അതായത് മറ്റുള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കുട്ടി ഇങ്ങനത്തെ കുട്ടിയാണ് എന്നുള്ള ഒരു തോന്നൽ, ഒരു ഷെയിമായിട്ട് കരുതിയിരുന്നൊരു സമയമുണ്ടായിരുന്നു. അന്നൊക്കെ ഞാനും ഭാര്യയൊക്കെ വളരെയധികം മാനസിക ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച സമയമാണ്. പിന്നീടാണ് ഞങ്ങൾ സ്വയം മനസ്സിലാക്കി ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണെന്നും അങ്ങനെയാണ് പിന്നെ ആ കുട്ടികളുമായിട്ട് ഞങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനൊക്കെയുള്ള ഒരു രീതിയിലേക്ക് വരാൻ കഴിഞ്ഞത്. ഏഞ്ചൽസ് വേൾഡ് എന്ന പേരിൽ പാറ്റൂർ ട്രിവാൻഡ്രത്ത് സ്ഥാപനം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് ഒരു പുതിയ ഒരു ട്രെയിനിങ് മെത്തേഡ്, അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് കൊണ്ടുപോവുക, കളിക്കാൻ കൊണ്ടുപോവുക, ചിലർക്ക് യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പം വളരെ 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 വലിയ വ്യത്യാസങ്ങൾ ഇവരിൽ വന്നു തുടങ്ങി. കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ വരുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ പക്ഷം. Listen to the views of Manikandan Nair, President, Pattur Angels World. ദൈനംദിന കാര്യങ്ങൾ നോക്കാൻ പോലും കഴിയില്ലാത്ത കുട്ടികളാണ് ഏറെ. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പരിശീലനം നൽകുകയും ഒരു സാധാരണ കുട്ടിയെപ്പോലെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കാൻ പോലും കഴിയില്ലാത്ത കുട്ടികളാണ് ഏറെ. അവരുടെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പരിശീലനം നൽകുകയും അവരെ ഒരു സാധാരണ കുട്ടിയെപ്പോലെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം. 4 പേരൻസ് ദിവസവും ഉണ്ടാകുന്നു. അതോടൊപ്പം സ്റ്റാഫ്, ഒരു ടീച്ചറും കെയർ ടേക്കറുമായ 2 പേരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് ആയാലും ശരി മറ്റു കൊടുക്കുന്ന അസിസ്റ്റൻസിനെ കുറിച്ച് അത് യഥാർത്ഥ കൈകളിൽ കിട്ടുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. Vijay Krishnan, President of Shraddha Charitable Society, തിരുവനന്തപുരം. എൻ്റെ ഒരു മകളുണ്ട്. അതുപോലെ ഈ സൊസൈറ്റിയുടെ മെമ്പേഴ്സ് എല്ലാം പാരൻസ് തന്നെയാണ്. സ്പെഷ്യൽ പാരൻസിൻ്റെ ഒരു അസോസിയേഷനാണിത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരം ഫോർട്ട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കൂടെ സഹായത്തോടെ 2014 മുതൽ ഞങ്ങളിവിടെ ഈ വിഭാഗം കുട്ടികൾക്കായിട്ട് ഒരു പരിശീലന കേന്ദ്രം നടത്തി വരുന്നുണ്ട്. അക്കാഡമിക്സിന് സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും ബാക്കി വൊക്കേഷണൽ ക്രാഫ്റ്റ്, ആർട്ട്, സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്പീച്ച് തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഓക്യുപ്പേഷണൽ ബിഹേവിയർ തെറാപ്പിസ്റ്റ് ഇങ്ങനെയുള്ളവരുടെ അഭാവം അവർ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് ഉള്ളവർ തന്നെ അമിതമായിട്ടുള്ള സാലറിക്ക് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അവരുടെ സേവനം കിട്ടാത്തതുകൊണ്ട് ഇവരുടെ പരിശീലനത്തിലൊക്കെ നമുക്ക് ഒരുപാട് പുറകോട്ട് നിൽക്കും നമ്മുടെ ഈ കുട്ടികൾ. ഈ പാട്ട് പാടുക അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യുന്ന കുട്ടികൾക്ക് ചെവിയിൽ നമ്മളത് ഒന്ന് കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു ഓഡിയോ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറേയും കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രോംപ്റ്റിങ് ഇവരെ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ തൊഴിലായാലും ക്രാഫ്റ്റ് ആയാലും അതുപോലെ പാട്ട് പാടാനായാലും എന്ത് കാര്യം അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുറേ കുട്ടികൾക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 78 പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആവറേജ് അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു 40-50 ഉണ്ടാവും. നമ്മൾ ശ്രദ്ധ ചാരിറ്റബിൾ സൊസൈറ്റി എയിം ചെയ്യുന്നത് ഒരു റെസിഡൻഷ്യൽ, കാരണം ഞങ്ങൾക്കെല്ലാം ഈ സ്പെഷ്യൽ പാരൻസിനെ സംബന്ധിച്ചിട്ടുള്ള ആവലാതി എന്ന് പറയുന്നത് അതാണ്. നമുക്ക് ശേഷം എന്നുള്ളതിനേക്കാളും നമ്മൾ കുറച്ചും കൂടെ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ കിടപ്പിലായിപ്പോയാൽ നമ്മുടെ മക്കളുടെ അവസ്ഥ കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ട ഒരു കാര്യമൊക്കെ ഉണ്ട്. അവരുടെ വീട്ടിൽ താമസിക്കുമ്പോഴുള്ളൊരു അന്തരീക്ഷവും ഒപ്പം ഇത്തരം കാര്യങ്ങളും കൂടെ ഉള്ളുന്ന ഒരു വില്ലേജ് പോലത്തെ ഒരു സാധനമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതായത് ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. Mrs. Sujima, Headmistress, Karunya Bhatt School, Pothankot, shares her experiences. ഞാൻ ഇതിലേക്ക് വരാൻ കാരണം എനിക്ക് 2 കുട്ടികൾ, ഒരു മോനും മോളും ഉണ്ടായിരുന്നു. അവർക്ക് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഫിറ്റ്സ് വരുമായിരുന്നു. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ വാർഡിൽ തന്നെ എൻ്റെ കുട്ടികളിങ്ങനെ ആയതുകൊണ്ടായിരിക്കണം എൻ്റെ വാർഡിൽ തന്നെ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ കാരണമായി. പേരൻറ്റിൻ്റെ ജീവിതവും കുട്ടിയുടെ ജീവിതവും ഒരു വീടിനകത്ത് തന്നെ കഴിഞ്ഞുകൂടേണ്ടുന്ന പല സാഹചര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാനിങ്ങനെ സർവേക്കൊക്കെ പോയപ്പോൾ
അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കുന്നത് പോലെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കുട്ടികളെയൊക്കെ എനിക്ക് സ്കൂളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. 98 ഈ സ്ഥാപനം തുടങ്ങിയത്. 2004 ആയപ്പോഴത്തേക്ക് ആണ് പിന്നെ ഒരു ചെറിയ റൂമിലായിരുന്നു പഞ്ചായത്ത് ഓഫീസിനടുത്ത് ഈ സ്ഥാപനം തുടങ്ങിയത്. 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ വരുമ്പോഴത്തേക്ക് എങ്ങനെ അവരുടെ ഉപജീവനോപാധി മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പിന്നെ തുടർന്ന് ഞങ്ങൾ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി ബഡ് സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്കിവിടെ നൽകാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ പ്രൊഫഷണലായിട്ട് ഒരു ഗ്രൂപ്പിൽ ഗവൺമെൻറ് തലത്തിലൊക്കെ പെർഫോം ചെയ്യുന്ന ഒരു 12ഓളം കുട്ടികളുണ്ട്. അതിലൂടെ അവർക്കൊരു ഇൻകം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് നോട്ട് പേഡ്, ഓഫീസ് ഫയൽ, പേപ്പർ പെൻ, പിന്നെ ജെൽ ക്യാൻഡിൽ, ഇത് വളരെ വ്യാപകമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് സെയിൽ ചെയ്യുന്നുണ്ട്. അതായത് തൊഴിൽ ചെയ്യാൻ വില്ലിങ് ആയ പാരൻറ്റിനെ ഉൾപ്പെടുത്തി ഞങ്ങളൊരു 2 യൂണിറ്റ് ഉണ്ടാക്കി. 5 വെച്ചിട്ടുള്ള പാരൻറ്റ് യൂണിറ്റ് ഉണ്ടാക്കി. അത് കരുണ ME യൂണിറ്റ് എന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ട് ആണ് ഞങ്ങളുടെ സ്ഥാപനത്തെ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ബഡ് സ്കൂളായിട്ട് അംഗീകരിക്കുകയും 2019 തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ആദരവും എനിക്ക് ലഭിക്കുകയുണ്ടായി. S.H. Panchabakesan, former State Commissioner for Persons with Disabilities and former District Judge, talks about the legal aspects. ഭിന്നശേഷി എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിൻ്റെയോ അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെയോ അതിനു മുന്നിലെ നൂറ്റാണ്ടിൻ്റെയോ ഒന്നും സംഭാവനയായിട്ട് വന്ന പുതിയൊരു കാര്യമല്ല. മഹാഭാരതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെടും തൂണെന്ന് പറയാവുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ധൃതരാഷ്ട്രമാണ്. അദ്ദേഹം ഭിന്നശേഷിക്കാരനായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ബ്ലൈൻഡായിരുന്നു. ലോകത്തിൽ ഏറ്റവും മഹത്തായ ഭരണഘടനയാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഭിന്നശേഷിക്കാരുടെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു ഡയറക്റ്റ് പ്രൊവിഷൻ ഇല്ലാണ്ട് പോയി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നശേഷിക്കാരുടെ അവകാശത്തിന് സംരക്ഷിക്കുന്നതിനായി അതിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു നിയമം ഉണ്ടാകുന്നത് 95 2013 അന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന, പിന്നീട് കേരളത്തിൻ്റെ ഗവർണറായ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് P. സദാശിവം നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന ഒരു സംഘടന കൊടുത്ത ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഒരു കേസിനകത്ത് 95 ഭിന്നശേഷി അവകാശ നിയമം കർശനമായിട്ട് നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിധിന്യായം ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ചു. 2016 ഇന്ന് നിലവിലുള്ള റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്ന് പറയുന്ന RPWD ആക്ട് നമ്മൾ ചുരുക്കപ്പേരിൽ പറയുന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. അതിൽ 3-ാം വകുപ്പ് മുതൽ 48-ാം വകുപ്പ് വരെയും പറഞ്ഞിരിക്കുന്നത് ഭിന്നശേഷി വ്യക്തികളുടെ അവകാശമാണ്. ആ അവകാശം ലംഘിക്കപ്പെട്ടാൽ ഏതെങ്കിലും വ്യക്തിയോ സ്ഥാപനങ്ങളോ അവകാശത്തിനെതിരായി പ്രവർത്തിക്കുകയോ പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ പിഴയിടാം എന്നും അതിനകത്ത് നിയമവ്യവസ്ഥയുണ്ട്. 37-ാം വകുപ്പിനകത്ത് ഭവന പദ്ധതികളിൽ പ്രത്യേക പരിരക്ഷ, അതായത് 5% സംവരണം വേണം എന്നൊരു വകുപ്പ് കിടപ്പുണ്ടായിരുന്നു. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ പഠിക്കാനുള്ള അവകാശമുണ്ട്. MBBS ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് ഭിന്നശേഷിക്കാർക്ക് 5% സംവരണം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട്, സംസ്ഥാനത്ത് നിലവിലുണ്ട്. തുല്യത പ്ലസ് ധർമ്മം ആണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അർഹതപ്പെട്ടത് നമ്മൾ ആവശ്യപ്പെടുന്നതിൽ തെറ്റില്ല. അത് കിട്ടാതെ വരുമ്പോൾ പരിഹാരങ്ങൾക്ക് വേണ്ടി അവർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റിലേക്ക് ഹർജി തരാം. അത് പരിശോധിക്കും, സത്വര നടപടിയെടുക്കും. Now listen to the words of wisdom of Sri S.M. Vijayananda AS, former Chief Secretary Kerala. കേരളത്തിൽ ജനകീയ ആസൂത്രണ ഭാഗമായിട്ട് 2001 മുതൽ പ്രത്യേകം ഫണ്ട് ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി നീക്കി വച്ചിട്ടുണ്ട്. അത് ആദ്യം 5% അത് 2012 മുതൽ 10%. ഈ വർഷത്തെ പ്ലാൻ നോക്കിയാൽ ഏകദേശം 10%, 700 കോടി വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും, ജില്ലാ പഞ്ചായത്ത് മുതൽ ഗ്രാമപഞ്ചായത്ത് വഴി മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എല്ലാം ഈ വിഭാഗങ്ങൾക്ക് വേണ്ടി ആസൂത്രണം ചെയ്യണം. ആ വിഭാഗങ്ങളുടെ സ്റ്റാറ്റസ്, ഡിസബിലിറ്റിയുടെ സ്റ്റാറ്റസ് എന്താണ്, അത് മനസ്സിലാക്കി ചെയ്യണം എന്നുള്ളതാണ് നിബന്ധന. 2002-03 തിരുവനന്തപുരത്ത് വെങ്ങാനൂർ പഞ്ചായത്തിൽ അന്ന് അവിടെ ഇരുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീ റൂഫസ് ഡാനിയലിൻ്റെ പേഴ്സണൽ ഇനിഷ്യേറ്റീവിൽ
കുടുംബശ്രീയുടെ സഹായത്തോടുകൂടി ഒരു സർവേ നടത്തി. പേഴ്സൺസ് വിത്ത് മെൻ്റൽ ഡിസബിലിറ്റീസ്, അവിടെ ഇത്ര കുട്ടികളുണ്ടല്ലോ എന്നുള്ളത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർക്ക് പോലും അതിശയമായിരുന്നു. അങ്ങനെയാണ് ബഡ് സ്കൂൾ തുടങ്ങിയത്. ഇന്ന് അത് വലിയ പ്രസ്ഥാനമായിട്ട് മാറി. 2015 കേരളത്തിലുള്ള 100% ഡിസബിലിറ്റി സർവേ നടത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് ആദ്യത്തെ ഒരു സംസ്ഥാനമാണ്. അതിൻ്റെ ഡേറ്റ ഉണ്ട്. ആ ഡേറ്റ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ഉണ്ട്. അപ്പോൾ പാലിയേറ്റീവ് കെയർ മാതൃകയിൽ ബഡ് സ്കൂളിൻ്റെ ചില ലെസൺസും ഉൾക്കൊള്ളിച്ച് കേരളത്തിൽ നല്ലൊരു പ്രോഗ്രാമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റും സന്നദ്ധ സംഘടനകളും എല്ലാവരുടെയും കുടുംബശ്രീയും എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ് വെച്ച് എനിക്കൊന്ന് ഒരു ഇൻ്റർനാഷണൽ മോഡലായിട്ട് നമുക്ക് കെയർ ഓഫ് ഡിസബിലിറ്റി വിത്ത് ഫോക്കസ് ഓൺ മെൻ്റൽ ഡിസബിലിറ്റി നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ ശക്തമായിട്ടുള്ള അഭിപ്രായം. Father George Joshua, Orphanage Control Board member and member of Mental Health Authority, shares his invaluable experience in this field, how to care for the disabled. മാനസിക തലത്തിൽ ഭിന്നശേഷിക്കാരായ ആളുകളുടെ അവരാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ അർഹിക്കപ്പെടേണ്ട ആളുകൾ. എന്നാൽ ഏറ്റവും പിന്നാക്കാവസ്ഥയിലേക്ക് മാറ്റപ്പെട്ട ഒരു വിഭാഗവുമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. RPW ആക്ട് 2016 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി 2017 മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റൂളുകളും ഇതിൻ്റെയൊക്കെ റെഗുലേഷൻസും ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുക ഇത് കേരളത്തോളമോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇരട്ടിയോളമോ ഒക്കെ ഉള്ള ഒരു രാജ്യത്തിൽ 5 ലക്ഷമോ 6 ലക്ഷമോ ആളുകളുള്ള രാജ്യത്തിൽ നടപ്പാക്കാവുന്ന പല കാര്യങ്ങളുമാണ് സർക്കാരിന് നടപ്പാക്കാവുന്ന പല കാര്യങ്ങളുമാണ് നമ്മുടെ ആ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ പറഞ്ഞത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാരിന് അത് സാധ്യമാകുന്ന തലമല്ലാത്തത് കൊണ്ടാണ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. 485 രൂപ 65 പൈസയാണ് ഒരു മാസം സർക്കാർ ഒരാൾക്ക് വേണ്ടി കെയർ ഹോമിൽ ചിലവാക്കുന്നത്. നോക്കണം, അമേരിക്കയിൽ $18,000 ചിലവാകും, യൂറോപ്പിൽ 15,000 യൂറോ ചിലവാകും. അവിടെയാണ് നമുക്ക് ഈ ചെറിയ തുക മാത്രമേ സർക്കാരിന് ചിലവാക്കാനുള്ളൂ. Founder CEO of Technopark Trivandrum and Director Center for Autism and Other Disabilities Rehabilitation Research and Education has some solid observations to make. കേരളത്തിലെ പല വീടുകളിലും ചില അമ്മമാർക്കൊരു പ്രാർത്ഥനയുണ്ട്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടി മരിക്കണം. അങ്ങനെ ഒരമ്മയ്ക്കും പ്രാർത്ഥനയില്ലാത്ത, ആ രീതിയിലുള്ള ഒരു പ്രാർത്ഥന ഇല്ലാത്തൊരു കേരളം എങ്ങനെ സൃഷ്ടിക്കാമെന്നുള്ളതാണ് നമ്മൾക്ക് ആലോചിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഓട്ടിസം, സെർബിൾ പോളിസി എന്നൊക്കെ ഉള്ള ആ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ അമ്മമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം അവർക്കാർക്കും ഒരു സഹായമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. NGOs, അതായത് രക്ഷകർത്താക്കളുടെ കൂട്ടായ്മകൾ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവർ അഡൾട്ട്സ് വിത്ത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനങ്ങൾ തുടങ്ങാം. പക്ഷെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതിൻ്റെ സാമ്പത്തിക പ്രശ്നമാണ്. ഞാൻ പ്ലാനിംഗ് ബോർഡിലുള്ള സമയത്ത് ഞങ്ങൾ 9 മോഡൽസ് ഓഫ് അസിസ്റ്റഡ് ലിവിങ് ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അതായത് ഡിസബിലിറ്റീസ് ഉള്ള 25-26 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്ക് അസിസ്റ്റഡ് ലിവിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനൊരു 9 മോഡൽ നമ്മൾ സൃഷ്ടിച്ചു. ഇന്ന് ഉള്ള ഒരു മോഡൽ നമ്മൾ കാണുന്നത്, കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങൾ അവർ കുറേ പേര് കൂടെ ഒരുമിച്ച് ചേർന്ന് കുറച്ച് സ്ഥലം എവിടെയെങ്കിലും വാങ്ങി അവിടെ ആ കുടുംബങ്ങളും കൂടെ ജീവിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു. ആ ഒരു കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു മോഡൽ ആണ് ഇന്ന് നമുക്ക് കേരളത്തിൽ 1-2 സ്ഥലത്തുള്ളത്. ആ മോഡൽസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. Now listen to Shobha Tharur Srinivasan, former director of Development and Disability Justice Organization USA.
I spent almost 2 decades as a director of development for a disability justice organization that had a mission to create fully inclusive communities. In California, USA, where I worked, state and federal law mandated that every person, without regard for the person's sex, race, religion, color, disability, medical condition, marital status, sexual orientation, primary language or immigration status, is entitled to equal access to services provided in all business establishments and public agencies. This also meant that no person on the basis of mental, developmental, intellectual or physical disability may be unlawfully denied full and equal access to state-funded programs. This is a noteworthy mandate, and it is my opinion that within the Indian context, such provisions can and should be made for all citizens. It is imperative that persons with disabilities have the same choices as people who do not have disabilities, and one of this is the choice to live independently with or without supports in the community. It is imperative that all people with disabilities have a choice. Make it happen. Shiny Mole, Thiruvananthapuram District Social Justice Officer, introduces us into the activities in district and state. 2015 സംസ്ഥാനത്ത് പ്രസിദ്ധീകരിച്ച ഭിന്നശേഷിക്കാരുടെ സർവേ പ്രകാരം 21 തരം ഭിന്നശേഷിത്വമുള്ളവർ നമ്മുടെ സംസ്ഥാനത്തെ സർവേ പ്രകാരം 7,94,834 പേരാണ്. അപ്പോൾ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാർ ആയിട്ടുള്ള 18 വയസ്സ് കഴിഞ്ഞ ഭിന്നശേഷിക്കാരുടെ റീഹാബിലിറ്റേഷനാണ്. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർ, ഒറ്റപ്പെട്ടു താമസിക്കുന്ന അമ്മമാർ എന്നിവരുടെ മക്കൾക്ക് ഒരു കരുതലും കൈത്താങ്ങലും നമ്മൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. സാമൂഹ്യനീതി വകുപ്പ് പുനരധിവാസ വില്ലേജുകൾ നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെൻ്റലി ചലഞ്ചഡ് എന്ന സ്ഥാപനത്തിൽ സ്പെഷ്യൽ വിദ്യാർത്ഥികളുടെ, അതായത് 5 മുതൽ 18 വയസ്സ് വരെ വരുന്ന വിദ്യാർത്ഥികളുടെ സ്പെഷ്യൽ സ്കൂള്, തുടർന്ന് തൊഴിൽ പരിശീലന കേന്ദ്രം, ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനമാണ് ഐക്കോൺസ്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ മാതൃകാ സ്ഥാപനങ്ങളാണ് നിഷും നിബ്മറും. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് ഹോം ഫോർ മെൻ്റലി ഡെഫിഷ്യൻ്റ് ചിൽഡ്രൻ എന്നായിരുന്നു സ്ഥാപനത്തിൻ്റെ പഴയ പേര്. ഇപ്പോഴത് പുണ്യഭവൻ. സാമൂഹ്യനീതി വകുപ്പിൻ്റെ 18 വയസ്സിന് മുകളിലുള്ള മുതിർന്ന ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് പ്രതീക്ഷാ ഭവൻ. മുതിർന്ന സ്ത്രീകളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് പ്രത്യാശാ ഭവൻ. സാമൂഹ്യനീതി വകുപ്പ് ഗ്രാൻറ്റ് നൽകുന്ന അതിജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരം ജില്ലയിൽ ഗ്രാൻറ്റ് നൽകുന്ന 2 സ്ഥാപനങ്ങളുണ്ട്. ബഥാനിയ റീഹാബിലിറ്റേഷൻ സെൻറ്ററും പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്ററും. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ 4 എണ്ണമാണ് തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. നാലാഞ്ചിറയുള്ള സ്നേഹവീട് എന്ന സ്ഥാപനം, അതുപോലെ തന്നെ അമ്മ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ. സ്ത്രീകൾക്ക് വേണ്ടി ബെനഡിക്ട് മെന്നി കഴക്കൂട്ടം മേനംകുളത്ത് സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മിതിർമല, തിരുവനന്തപുരം ജില്ലയിലുള്ള മിതിർമലയുള്ള സ്നേഹതീരം എന്ന സ്ഥാപനമുണ്ട്. ഭിന്നശേഷിക്കാരെ പ്രത്യേകിച്ചും ബൗദ്ധികമായ വെല്ലുവിളികൾ നേരിടുന്ന നാഷണൽ ട്രസ്റ്റിൻ്റെ പരിധിയിൽ വരുന്ന ഓട്ടിസം, സെർബൽ പാൾസി, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നിവയിൽ ഉൾപ്പെട്ട മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് എന്നിവ ഉൾപ്പെട്ട വിഭാഗക്കാർക്കായിട്ട് പ്രത്യേകമായ പദ്ധതികൾ ഉണ്ടാവേണ്ടതും അവരെയും കൂടി നമ്മളോടൊപ്പം കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾക്ക് ഏവർക്കും ഒരുമിച്ച് കൈകോർക്കാം. അവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Here's Dr. M.K.C. Nair, pediatrician and former Vice Chancellor of Kerala University of Health Sciences. ഒരു പേരൻറ്റ് അല്ലെ രക്ഷിതാവിനെ സംബന്ധിച്ച് ഒരു ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടി ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏറ്റവും വലിയ ശാപമാണ് എന്ന് പലരും വിശ്വസിക്കുന്നു. മറിച്ച് വിശ്വസിക്കുന്ന പേരൻസും ഉണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പേരൻസിന് എല്ലാ സ്റ്റേജിലും ഇമ്പയർമെൻ്റ് ഉള്ളപ്പോൾ ഡോക്ടറുടെ ആവശ്യമുണ്ട്, ഡിസബിലിറ്റി വരുമ്പോൾ തെറാപ്പിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്,
അത് കഴിയുമ്പോൾ സോഷ്യൽ വരാതിരിക്കാൻ ടീച്ചേഴ്സിൻ്റെയും മറ്റ് സഹായങ്ങൾ വേണം. ഇനി എങ്ങനെ നമുക്കിത് തടയാം എന്നതിനെപ്പറ്റി 2 വാക്ക്. എല്ലാം തടയാൻ പറ്റത്തില്ല, പക്ഷെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തടയാം. അത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഡൗൺ സിൻഡ്രോമാണ്. അമ്മയ്ക്ക് പ്രായം കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് മുമ്പായിട്ട് ഗർഭിണിയായിക്കഴിഞ്ഞ് ചില ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. അത് ബേബിയുടെ ചുറ്റുമുള്ള വെള്ളമെടുത്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട്. ജനറ്റിക് കോസ് നമുക്കിപ്പോൾ നേരത്തെ തന്നെ ഏകദേശം കണ്ടുപിടിക്കാം. ഉദാഹരണത്തിന് ഓട്ടിസം, അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ക്രോമസോം അബ്നോർമാലിറ്റി എന്ന് പറയുന്ന ജനറ്റിക്കിനെ 100% നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ തടയാമെന്ന് പറഞ്ഞാൽ 2 കാര്യം കൂടെ ഓർക്കണം. ഒന്ന്, റുബെല്ല എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ കൊണ്ട് കണ്ണ് പോകാം, കാത് പോകാം. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് സ്കൂളുകളിൽ റുബെല്ല വാക്സിനേഷൻ കൊടുക്കുന്നത്. അതിലും പ്രധാനമാണ് ഗർഭിണിയാവുന്നതിന് മുമ്പ് കല്യാണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫോളിക് ആസിഡ് കഴിക്കണം, 5 മില്ലിഗ്രാം. ഈ ഫോളിക് ആസിഡ് ആദ്യത്തെ 24 ദിവസത്തിനകം കിട്ടിയില്ലെങ്കിൽ കുഞ്ഞിന് തലച്ചോറിനും സ്പൈനിനും ഒക്കെ നട്ടലിനകത്തുള്ള മജ്ജയ്ക്കൊക്കെ കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. 5 കാര്യം അറിയാമെങ്കിൽ സ്വന്തം കുഞ്ഞിന് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് അമ്മയ്ക്ക് കണ്ടുപിടിക്കാം. അതായത് കുഞ്ഞിന് 2 മാസമാകുമ്പോൾ മുഖത്ത് നോക്കി ചിരിക്കണം, 4 മാസമാകുമ്പം കഴുത്തുറയ്ക്കണം, 8 മാസമാകുമ്പോൾ ഇരിക്കണം, 1 വയസ്സാകുമ്പോൾ നിൽക്കണം, കാണുന്നു, കേൾക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്ന് അമ്മ ഉറപ്പ് വരുത്തണം. ഇതിനാരുടെ ആവശ്യമില്ല, അമ്മയ്ക്ക് ചെയ്യാം. മാസം തികയാതെ പ്രസവിച്ചു അല്ലെങ്കിൽ തൂക്കം കുറയാതെ പ്രസവിച്ചാൽ നഴ്സറി കിടക്കും. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കുട്ടി ആക്റ്റീവാണോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആക്റ്റീവാണോ, പാല് കുടിക്കുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ, അതാണ് അമ്മ ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ തലച്ചോറിൻ്റെ ചെയ്യണം. കാരണം അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാം നാളെ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ. ഇംഗ്ലണ്ടിലോ അമേരിക്കയിൽ പോയാൽ ഇവിടെ ഉള്ള അത്രയും ഫെസിലിറ്റി ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. കാരണം അവിടുന്ന് ഗൾഫിൽ നിന്നൊക്കെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ ആ ഫെസിലിറ്റി കിട്ടാൻ. അവർ റിസർച്ച് നടത്തുന്നുണ്ട്, വലിയ സെൻറ്ററിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നാട്ടിൻപുറത്ത് അവൈലബിൾ അല്ല. അത് വെച്ച് നോക്കുമ്പോൾ കേരളമാണ് ലോകത്തെ ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന സർവീസിന് വേണ്ടത്ര ക്വാളിറ്റി ഇല്ല, അത് റെക്കോർഡ് ചെയ്യുന്നില്ല, പേരൻസിനെ ഇൻവോൾവ് ചെയ്യത്തില്ല. Dr. P.H. Mohammed Kunju, former pediatric neurology professor, SAT Hospital, Government Medical College, Trivandrum, has his rich experiences to share. ജന്മന ബുദ്ധിവൈകല്യം, ഓട്ടിസം, മറ്റ് ഡെവലപ്മെൻ്റൽ പ്രശ്നങ്ങൾ ഉള്ള കുട്ടികളിൽ അസുഖത്തോടനുബന്ധിച്ച് തന്നെ കാണാവുന്ന ഒരു പ്രശ്നമാണ് അപസ്മാരം. അപസ്മാരം എന്ന് പറയുന്നത് തലച്ചോറിൽ നിന്നും വരുന്ന ഒരു പ്രത്യേക അസുഖമാണ്. പ്രസവ സംബന്ധമായ പ്രശ്നങ്ങൾ, ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, തലച്ചോറിൻ്റെ രൂപീകരണ സമയത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, ജനിതക അസുഖങ്ങൾ, ട്യൂമറുകൾ, രക്തസ്രാവം അല്ലെങ്കിൽ സ്ട്രോക്ക്, ഇതുപോലുള്ള എല്ലാ കാരണങ്ങൾ കൊണ്ടും അപസ്മാരം ഉണ്ടാകാം. ചില അവസരങ്ങൾ ജന്നി നീണ്ടു നിൽക്കാം. ഉദാഹരണത്തിന് 5 മിനിറ്റിൽ കൂടുതൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. പിന്നെ 1ൽ കൂടുതൽ തവണ ഒരാൾക്ക് ഇതുപോലുള്ള ജന്നി വരികയാണെങ്കിൽ തുടർച്ചയായുള്ള മരുന്നിൻ്റെ ആവശ്യവുമുണ്ട്. കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അപസ്മാരം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ സ്കൂൾ പഠിത്തം ഒരിക്കലും ഒഴിവാക്കേണ്ടതില്ല. അപസ്മാരത്തിനുള്ള ചികിത്സയ്ക്ക് ഇപ്പോൾ വാഗൽ നെർവ് സ്റ്റിമുലേഷൻ, അതായത് നമ്മുടെ കഴുത്തിൻ്റെ ഈ ഭാഗത്തുണ്ടാകുന്ന ഒരു നെർവാണ് വാഗസ് നെർവ്. അതിൽ ആ നെർവിലേക്ക് ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻസ് വെച്ചിട്ട് ടൈം അനുസരിച്ച് ചെറിയ തരത്തിലുള്ള കറണ്ട് കൊടുത്ത് ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമുണ്ട്. ഈ സെറിബ്രൽ പാൾസിക്കോ ഓട്ടിസത്തിനോ അല്ലെങ്കിൽ മസ്കുലാർ ഡിസ്ട്രോഫികൾക്കോ ഇന്നുവരെ അംഗീകൃത രീതിയിലുള്ള സ്റ്റെം സെൽ തെറാപ്പി വന്നിട്ടില്ല. Dr. Mohan Roy, psychiatrist and RMO in Government Medical College, Trivandrum, shares his angle of vision. ശാരീരിക വളർച്ചയ്ക്കനുസരിച്ചുള്ള മാനസിക വളർച്ച നമുക്കുണ്ടെങ്കിൽ നമ്മുടെ IQ 100 ആയിരിക്കും. 70-ൽ താഴെ വരുന്നവരെയാണ് നമ്മൾ ഈ ബുദ്ധി കുറവുള്ളവർ എന്ന് പറയുന്നത്. 50-നും 69-നും ഇടയിൽ മൈൽഡ് അഥവാ നമ്മളൊരു മൃദുവായ ബുദ്ധി വൈകല്യമുള്ളവർ യഥാർത്ഥത്തിൽ ഇതിലൊരു 85% ആൾക്കാരാണ്. അവർ ചെറിയ ക്ലാസ്സുകളിലൊക്കെ തന്നെ കൃത്യമായിട്ട് പഠന പ്രക്രിയയൊക്കെ വലിയ കുഴപ്പമില്ല, ഒരു 3-4 സ്റ്റാൻഡേർഡ് വരെയൊക്കെ മുന്നോട്ട് പോയേക്കാം. പക്ഷേ കൂടുതൽ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ
അവർക്കിത് ബുദ്ധിമുട്ടാവാറുണ്ട്. പക്ഷേ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ തന്നെ വലിയ തട്ടും തടസ്സവുമൊന്നും ഇല്ലാതെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിലും തൊട്ട് താഴെയുള്ള ഒരു ഇടത്തരം, അതായത് ഒരു 36 മുതൽ 49 വരെയുള്ള ഒരു 10% അവർക്ക് കുറച്ചുകൂടി ദൈനംദിന കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. രോഗമില്ലാതെ ജീവിക്കുക എന്നുള്ളത് മനുഷ്യനുണ്ടായ കാലം തൊട്ട് തന്നെയുള്ള മനുഷ്യൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ അതുപോലെ ഇത്തരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഈ പേരൻസിനും സമൂഹത്തിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് ഇതിനെ ഗർഭാവസ്ഥയിൽ തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം സ്വാഭാവികമായും സംവിധാനങ്ങൾക്കാണ്. ശാസ്ത്രത്തിന് കൃത്യമായും ഒരു പങ്കുണ്ട്. പക്ഷേ ശാസ്ത്രത്തിനപ്പുറം ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന നൈതിക മൂല്യങ്ങളും അവിടുത്തെ ആൾക്കാരെ നയിക്കുന്ന, അവരെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളും അവരെങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്നും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് അവിടെ ഒരു നിയമനിർമ്മാണം നടത്താൻ പറ്റുക. Dr. Jackson James, scientist, Rajiv Gandhi Center for Biotechnology, speaks now. പലപ്പോഴും ADHD, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് ഒരു കോമോർബിഡിറ്റി ആയിട്ട്, അതായത് അതിൻ്റെ കൂട്ടത്തിൽ ഓട്ടിസവും കൂടി കാണും. പക്ഷേ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഒരു പുതിയൊരു വെഞ്ചറിലേക്ക് പോകുന്നുണ്ട്. അതായത് ടു ഹാവ് എ മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് പ്ലാറ്റ്ഫോം. മോളിക്കുലർ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് നമ്മുടെ DNA ബേസ് ഡയഗ്നോസിസാണ്. അപ്പോൾ ഈ ADHDയും ഓട്ടിസത്തിനും കുറേ മ്യൂട്ടേഷൻസ് ഉണ്ട്, അതായത് പല ജീനിലും മ്യൂട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വലിയൊരു പോപ്പുലേഷൻ ഇങ്ങനത്തെ കിഡ്സിൻ്റെ നമ്മൾ ആ പർട്ടിക്കുലർ ജീൻസ് സീക്വൻസ് ചെയ്തിട്ട് ആ സീക്വൻസിലുള്ള മ്യൂട്ടേഷൻസിനെ പിക്ക് ചെയ്ത് ആ മ്യൂട്ടേഷൻസ് വെച്ച് നമ്മളൊരു ഡയഗ്നോസ്റ്റിക് പ്ലാറ്റ്ഫോം, ഒരു ചിപ്പോ അങ്ങനത്തെ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ADHD പോലത്തെ ഒരു ഡെവലപ്മെൻറ്റ് ഡിസോർഡറുള്ള കുട്ടികളെ നമുക്ക് കൺഫേംഡ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. Dr. Alex James, Dean of Digital University, Kerala. ബ്രെയിൻ സിഗ്നൽസ് എടുത്ത് അതിൽ എന്താണ് പ്രോബ്ലം, എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് ഒരു സ്റ്റിമുലേഷൻ കൊടുക്കേണ്ടത്, ഏത് റീജിയൻ ഓഫ് ബ്രെയിനിൽ സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആവും, അങ്ങനത്തെ ഒരു അസസ്മെൻറ്റ് ഇന്നത്തെ AI ടെക്നിക്സ് യൂസ്ഫുൾ ആയിരിക്കും. EG സിഗ്നൽസും FMRI സിഗ്നൽസും എടുത്ത് ആ സിഗ്നൽസ് എടുത്തിട്ട് എന്താണ് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും എവിടെയാണ് ഏത് പാർട്ട് ഓഫ് ബ്രെയിനിലാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതും അങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഒരു AI ടെക്നിക്സ് വെച്ച് യൂസ് ചെയ്യാം. ഇപ്പോൾ ന്യൂറൽ ലിങ്ക് പോലെയുള്ള കുറേ കമ്പനീസൊക്കെ ചെയ്യുന്നത് ഒരു റിയൽ ടൈം സിസ്റ്റം ബിൽഡ് ചെയ്യാനാണ് നോക്കുന്നത്. ഒരാൾ എന്താ ചിന്തിക്കുന്നത്, ആ ചിന്തിക്കുന്ന സാധനം നമുക്ക് ലാപ്ടോപ്പിൽ കാണാൻ പറ്റുമോ, അങ്ങനത്തേക്കൊരു ക്വസ്റ്റ്യൻസാണ് അവർ നോക്കുന്നത്. അപ്പോൾ അത് റിയൽ ടൈം ചാലഞ്ചാണ്. അപ്പോൾ റിയൽ ടൈം ചാലഞ്ച് ചില സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ചിലതിപ്പോൾ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഈവൺ അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലും ദെൻ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എത്തിക്കൽ ക്വസ്റ്റ്യൻസ് വരും. അതിലെന്തെങ്കിലും മിസ്ഹാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ലീഗൽ റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റി ആരെടുക്കും? ആ കമ്പനി എടുക്കുമോ, അതോ ആ ആളെടുക്കുമോ, ആ ഡെവലപ്പർ എടുക്കുമോ, ആരാണെന്നുള്ള അങ്ങനത്തെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോഴും അൺആൻസേർഡ് ആണ്. ഒരു സൈഡ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ്. ഒരു എന്തെങ്കിലും പ്രോബ്ലംസും ഡിസീസസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ സർട്ടൻ അസിസ്റ്റൻസ് ഉണ്ടായിന്ന് വരും. ഇവിടെ അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഒരു ഡൗൺ സൈഡ് ഈസ് ലൈക്ക് ഒരു ഈ സൂപ്പർ ഇൻ്റലിജൻസും ഒരു യൂട്ടോപ്യൻ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെന്ന് വരാം. ജസ്റ്റ് ലൈക്ക് ഒരു അറ്റോമിക് ബോംബും ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റും ഒരേ ടെക്നോളജി യൂസ് ചെയ്യുന്നു. ഹൗ വി യൂസ് ഇറ്റ് മേക്സ് ദ ഡിഫറൻസ്. Dr. Baby Chakravarni, PS, Director, Center for Neuroscience, CUSET, Cochin University, speaks now. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ഇൻ്റലക്ച്വൽ ആൻഡ് ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റീസിൻ്റെ 2010 കണക്കുകൾ പ്രകാരം ലോകത്താകമാനം ഏകദേശം 2-3% വരെ ആളുകളിൽ ഭൗതിക വികസന വൈകല്യമുള്ളതായി പറയപ്പെടുന്നു. നാഡീവികസന പ്രക്രിയയുടെ പശ്ചാത്തലത്തിൽ ഭൗതിക വികസന വൈകല്യം എന്നത് ഭൗതിക ക്ഷമതയിലുള്ള കുറവും ചുറ്റുപാടുകൾക്ക് അനുയോജ്യമായ തരത്തിൽ പെരുമാറാൻ കഴിവില്ലാത്ത അവസ്ഥയുമാണ്. ഈ അവസ്ഥ ആശയപരമായ വൈദഗ്ധ്യത്തെയും സാമൂഹികമായ പ്രവർത്തനക്ഷമമാകേണ്ട കഴിവുകളെയും പരിമിതപ്പെടുത്തുന്നു. ഈ വൈകല്യങ്ങൾ കുട്ടിയുടെ വികസന കാലഘട്ടത്തിൽ, അതായത് 22 വയസ്സിനുള്ളിൽ രൂപപ്പെടുന്നു. ഭൗതിക വൈകല്യം ഉണ്ടാകാനുള്ള കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ടവ ജനിതക കാരണങ്ങളുണ്ട്. അതിന് ഉദാഹരണം ഡൗൺ സിൻഡ്രോം. അതുകൂടാതെ പ്രസവ സമയത്തെ സങ്കീർണതകൾ, ഉദാഹരണത്തിന് സീക്ക വൈറസ് ഇൻഫെക്ഷൻ,
പ്രസവ സമയത്ത് കുഞ്ഞിനുണ്ടാവുന്ന ഓക്സിജൻ്റെ അഭാവം, അതുകൂടാതെ പ്രസവശേഷം ഉണ്ടാവുന്ന മെനിഞ്ചൈറ്റിസ് പോലുള്ള അവസ്ഥകൾ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. മേൽ സൂചിപ്പിച്ച പ്രശ്നങ്ങളെല്ലാം കുട്ടിയുടെ തലച്ചോറിൻ്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. തലച്ചോറിൻ്റെ വികാസം എന്നത് ചിട്ടയായ എന്നാൽ അതിസങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ഒരു കുട്ടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് തലച്ചോറിൻ്റെ വികാസം ചില പ്രത്യേക ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായ തോതുകളിൽ രൂപപ്പെടുന്നു. എന്നാൽ ജീനുകളുടെയും ചുറ്റുപാടുകളുടെയും സ്വാധീനം മൂലം ഈ വികസന പ്രക്രിയയിലും തലച്ചോറിൻ്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളിലും ഗണ്യമായ മാറ്റങ്ങളും തകരാറുകളും സംഭവിക്കുന്നു. ഭൗതിക വൈകല്യങ്ങൾ ഉള്ളവരിൽ ഹിപ്പോക്യാമ്പസ്, അതുകൂടാതെ കോർട്ടിക്കൽ ഭാഗങ്ങളിലെ നാഡീപടലങ്ങളുടെ അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ക്രമീകരണത്തിലും പ്രവർത്തന രീതിയിലും വ്യത്യാസങ്ങൾ ഉള്ളതായി ന്യൂറോ സയൻസ് ഗവേഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശീലനത്തിലൂടെയും ആവർത്തനങ്ങളിലൂടെയും തലച്ചോറിൻ്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന കഴിവിനെ ഉത്തേജിപ്പിക്കാനാവും. ഇതുവഴി പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ശീലങ്ങൾ ഉണ്ടാക്കാനും പുതുമയുള്ള ആലോചനകൾ നടത്താനും കഴിയുന്ന തരത്തിലുള്ള ന്യൂറൽ പാത്വേകൾ സൃഷ്ടിക്കാനും ശക്തിപ്പെടുത്താനും അല്ലെങ്കിൽ സ്ട്രോങ് ആക്കാനും സാധിക്കും. ഇത് കാണിക്കുന്നത് ശരിയായ അവസരങ്ങളും പരിശീലനങ്ങളും നൽകുന്നത് വഴി ഭൗതിക വൈകല്യമുള്ളവർക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കഴിവുകൾ സ്വായത്തമാക്കാനും സാധിക്കുമെന്നാണ്. Father Roy Matthew Vadakil, former state chairman of Orphanage Control Board, throws light into the history of the disabled. 1995 PWD Act, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് വരിക. അതിൽ 7 ഭിന്നശേഷികളെക്കുറിച്ചാണ് പറയുക. എന്നാൽ 2016 RPWD ആക്ട് വരുമ്പോൾ 21 ഭിന്നശേഷികളാണ് പറയുക. ഈ 21 ഭിന്നശേഷികളിൽ 4 ഭിന്നശേഷികൾ പ്രത്യേകമായി എടുത്ത് പറയേണ്ടതായുണ്ട്. അത് 1999 നാഷണൽ ട്രസ്റ്റ് ആക്ടിൽ പ്രതിപാദിക്കുന്ന 4 ഭിന്നശേഷികളാണ്. മെൻ്റലി ചലഞ്ചഡ്, ഓട്ടിസം, സെർവൽ പാൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി. ഇവരെ മന്ദബുദ്ധി അല്ലെങ്കിൽ മെൻ്റലി റിട്ടാർഡഡ് എന്നാണ് വിളിച്ചിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പേര് മാറ്റി മെൻ്റലി ചലഞ്ചഡ്, ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർ എന്നാക്കി. അപ്പോഴാണ് ഇൻ്റർനാഷണലി മറ്റൊരു പേര് പറയാൻ തുടങ്ങി, ഡിഫറൻ്റ്ലി ഏബിൾ, ഭിന്നശേഷി. നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ദിവ്യാംഗൻ, ദൈവദത്തമായ അംഗമുള്ളവർ എന്നുള്ള പേര് നൽകി. ഇതും കഴിഞ്ഞ് ഇപ്പോൾ ഈ മേഖലയെ വിളിക്കുന്ന പേര് IDD, ഇൻ്റലക്ച്വൽ ഓർ ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റി, അല്ലെങ്കിൽ ബൗദ്ധിക വെല്ലുവിളി എന്നാണ് പറയുക. ഈ മുമ്പ് പറഞ്ഞ പേരുകൾ മാറി മാറി മോഹനങ്ങളായ വാക്കുകളെന്ന് അല്ലെങ്കിൽ പേരുകളെന്ന് കരുതി നമ്മൾ പറയുന്നതല്ലാതെ ഇവരോടും ഈ മേഖലയുള്ള മനോഭാവത്തിൽ നമുക്ക് എത്രമാത്രം മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതേറെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. Mr. Justin Padamardin, former psychologist, Government Medical College Trivandrum, speaks. എല്ലാം കഴിഞ്ഞിട്ട് ആരുമില്ലല്ലോ. പരിപൂർണതയുള്ള മനുഷ്യൻ ദൈവവും അപൂർണതയുള്ള ദൈവം മനുഷ്യനുമാണെന്നാണ് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് വാസ്തവത്തിൽ അവരെ മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തിനാണ് വേണ്ടത്. നമുക്ക് അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട സ്നേഹവും വാത്സല്യവും നൽകുക എന്നുള്ളതാണ്. സ്റ്റീഫൻ ഹോക്കിൻസ്, അറ്റ് ദ ഏജ് ഓഫ് 17 I think he was diagnosed as motor neuron disease. അതൊരു സീരിയസ് ആയിട്ടുള്ളൊരു അസുഖമാണ്. അതായത് മസിൽസൊക്കെ വീക്കാവുന്നു, നെർവ്സൊക്കെ വീക്കാവുന്നു. അതിനുശേഷം ഡോക്ടേഴ്സ് പറഞ്ഞത് he may live another 2 years. It was at the age of 17. I think he lived more than 80 years, I think. I don't exactly remember. ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അഡോളസെൻറ്റ് ഞാൻ പണ്ട് കണ്ടത്. എന്നെ നിങ്ങൾ നോർമലായിട്ടാകാൻ നിർബന്ധിക്കരുത്. ഐ ആം ലൈക്ക് ദിസ്, പ്ലീസ് ആക്സെപ്റ്റ് മീ ആസ് ഐ ആം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ് പർപ്പസ്ഫുള്ളി, ഇറ്റ് ഈസ് മൈ ബ്രെയിൻ, ഐ കാൺ കൺട്രോൾ ഇറ്റ് എന്ന്. ഡോണ്ട് ലാഫ് അറ്റ് ദം. അവരെ കളിയാക്കി ചിരിയേക്കുന്ന പോലെ പറയരുത്. പക്ഷേ അവരോടൊപ്പം ചിരിക്കുക, തമാശ പറയുക, കുസൃതി കാണിക്കുക, അവർക്ക് വേണ്ട വിധത്തിലുള്ള അവബോധം കൊടുക്കുക, അവയർനെസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. കുട്ടികളുടെ പരിമിതികളോടും കഴിവുകളോടും കൂടി ആ കുട്ടിയെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ കുട്ടിയുടെ പരിമിതികൾ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാനും കഴിവുകൾ വളർത്തിയെടുക്കാനും ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടി സഹായം ചെയ്തു കൊടുക്കുക. Dr. Leo
Professor of Sociology, Sweden, looks at this problem naturally from a different angle. The Swedish model, or I would say the Scandinavian model, which became quite famous after the Second World War. It started before, but developed after the Second World War. Everybody should have an opportunity to participate in the society. Nobody should be dependent on their family. So the state should be supportive for caring of security, welfare, money, etc. Dr. George Matthew, former head of the Department of Psychology, Kerala University, has his valuable observations to make. ഇൻ്റലക്ച്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇപ്പോൾ ഇൻ്റലക്ച്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ളവർ ഈ അതർവൈസ് ഏബിൾഡ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഈ കാറ്റഗറിയിൽ 32ഓളം വകുപ്പുകളുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഇൻ്റലക്ച്വലി ഡിസേബിൾഡ്. അതുകൊണ്ട് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന അറ്റൻഷൻ പോലും ഇപ്പോൾ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സ്പീച്ച് തെറാപ്പിസ്റ്റ് ഒരു വടിയും കൈ പിടിച്ചിട്ട് ഒരു കുട്ടിയെ ആണ് സ്പീച്ചിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ കുട്ടി ആപ്പാടെ പേടിച്ച് വരണ്ടാണ് എന്തെങ്കിലും സംസാരിക്കാൻ പഠിക്കുന്നത്. കുട്ടിക്കുള്ള സംസാരം കൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഒരു ഗ്രൂപ്പായിട്ട് ഹാൻഡിൽ ചെയ്യുകയും ഓരോരുത്തരായിട്ട് മൈക്കിൽ കൂടെ എന്തെങ്കിലും പറയുകയും ചെയ്യുമ്പോൾ കുട്ടിക്ക് ഇൻഹിബിഷൻ കുറയും. അങ്ങനെയാണ് വാസ്തവത്തിൽ കുട്ടിയെ സ്പീച്ച് പഠിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ കൗൺസിലിങ്, പ്രശ്നമുള്ള കുട്ടികളെ ഇൻഡിവിജ്വലായിട്ട് കറക്റ്റ് ചെയ്യാനാണ് ഈ സൈക്കോളജിക്കാർ ശ്രമിക്കുന്നത്. നേരെ മറിച്ച് ഒരേ രീതിയിലുള്ള പ്രശ്നമുള്ള കുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരികയും ഗ്രൂപ്പ് ഇൻറ്ററാക്ഷനിൽ കൂടെ കറക്റ്റ് ചെയ്യുകയും ശ്രമിച്ചാൽ പെട്ടെന്ന് കറക്ഷൻ നടക്കുമെന്ന് മാത്രമല്ല അതിൻ്റെ സൈഡ് ഇഫക്ട്സും കുറഞ്ഞിരിക്കും. Dr. Ebi Thomas, retired psychologist and social worker, on his experiences in Japan and Korea. ഇപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജപ്പാനിലെ ഒരു സ്ഥാപനത്തിൽ, അത് ഷിയോഗാക്കുൻ അതിൻ്റെ പേര് അറിയപ്പെട്ടത്. അവിടെ ചെയ്തിരുന്നത്, അവിടെ ട്രെയിനിങ് നേടിയ ശാരീരിക ശേഷിയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും മെക്കാനിക്കൽ റെപ്പറ്റീഷൻ പറ്റുന്ന ജോലികൾ അത് നാഷണൽ പാനാസോണിക് ഉൾപ്പെടെയുള്ള കമ്പനികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡൗൺ സിൻഡ്രോം ഒക്കെ ഉള്ളവരെ അറിയാവുന്നതാണ്. വളരെ ചെറിയൊരു സാധാരണ ഒരാളുടെ കൂടെ അത്രയും ആയുസ്സൊന്നും ഉണ്ടായെന്ന് വരത്തില്ല. അവരുടെ ഭക്ഷണം, വസ്ത്രം, ഔഷധം, അവരുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, മാനസികമായുള്ള കാര്യങ്ങൾ. വിദേശങ്ങളിലാണെങ്കിൽ അവരുടെ ഇൻറ്റിമസി റിലേറ്റഡ് ലൈംഗികമായിട്ടുള്ള ആവശ്യങ്ങളെ പോലും പരിഗണിക്കുന്ന തരത്തിലാണ് അവിടുത്തെ അക്കാഡമിക് ഇത് നടക്കുന്നത്. ജപ്പാനിലും കൊറിയയിലും 1:1. ജപ്പാനിലാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് 1:2. ഒരു സ്റ്റുഡൻറ്റിന് 2 ടീച്ചർമാരാണുള്ളത്. കൊറിയയിലാണെങ്കിൽ 1:1 ആണ് ജനറലി ഉള്ളത്. പ്രോഗ്നോസിസ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, തെറാപ്പി, അതിൽ തന്നെ സ്പെഷ്യലൈസേഷൻ വേണ്ടി അതിനെല്ലാം അവിടെ ടീമുകളുണ്ട്. മെഡിസിൻ ട്രീറ്റ്മെൻ്റ് എല്ലാം ഫ്രീ ആയി. ഏതെങ്കിലും തരത്തിലുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ളവർ ടോട്ടലി ഗവൺമെൻറ് പൗരനാണ്. അവരെ സംബന്ധിച്ച് മറ്റുള്ള വികസിത രാജ്യങ്ങളിൽ പലയിടത്തും അമ്മയുടെ ഗർഭത്തിലായിരിക്കുന്ന ശിശുവിനെ, പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യകാലങ്ങളിൽ തന്നെ പുതിയ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സയൻസിൻ്റെ ഡെവലപ്മെൻറ്റും ഉപയോഗിച്ച് ജനറ്റിക്കലായിട്ടുള്ള മനസ്സിലാക്കൽ നടത്താനും മാതാപിതാക്കളുടെ സമ്മതം ഉണ്ടെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യാനുമുള്ള സംവിധാനവും നിയമങ്ങളും അവിടെയുണ്ട്. ജനറ്റിക്കലി മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. Dr. Muhammad Fazil, HOD, National College Trivandrum, and a social worker, weaves in social work into this fabric. DSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻ്റൽ സോഷ്യൽ പ്രാഗ്മാറ്റിക്, അതായത് നമ്മൾ ഓട്ടിസം ബേസിൽ സോഷ്യൽ വർക്ക് എന്ന രീതിയിൽ നമുക്ക് സാധാരണ അറിയപ്പെടുന്നത് സോഷ്യൽ വർക്കേഴ്സ് ഓട്ടിസ്റ്റിക്കിൻ്റെ വിഷയത്തിൽ വർക്ക് സെറ്റിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നാണ്. പക്ഷേ വിദേശ രാജ്യങ്ങൾക്ക് അറിയാൻ പറ്റും, UK, US കാനഡയിലും ഇപ്പോൾ സോഷ്യൽ വർക്കേഴ്സ് തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓട്ടിസ്റ്റിക്കിന് വേണ്ടിയുള്ള കോഴ്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ പ്രാഗ്മാറ്റിക് മോഡലാണ്. അത് ചാൾസ് പിയേഴ്സിൻ്റെ മോഡലാണ് ഉദ്ദേശിക്കുന്നത്. 1878ലും 19th ഇയർലിയിലാണ് ഇത് പ്രാഗ്മാറ്റിക് മോഡൽ ഒരു തിയറി ഫോം ചെയ്തത്. അതിനുശേഷം അതിനെ പതുക്കെ സോഷ്യൽ പ്രാഗ്മാറ്റിക് ലെവലിലോട്ടാക്കി. അതിനുശേഷം ഇപ്പം DSP എന്നാണ് അതിന് യൂസ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ ഏകദേശം 2000 ശേഷം ഇഷ്ടംപോലെ പേപ്പേഴ്സ്, റിസർച്ച് പേപ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
അതിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ക്ലയൻസ് അല്ലെങ്കിൽ നമ്മൾ ചിൽഡ്രനും കെയർ ഗിവേഴ്സ് അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂട്ടാനാണ് ഈ തിയറി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കുട്ടി ഒരു എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോ തെറ്റ് ചെയ്ത ആളാണ്, അല്ല അമ്മ തെറ്റ് ചെയ്താണ്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഈ സ്ത്രീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, വലിയ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന രീതിയിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വിഷയം വളരെയധികം ഇപ്പോഴും എഡ്യൂക്കേറ്റഡ് ആൾക്കാരുടെ ഇടയിൽ തന്നെ അതുണ്ട്. അത് അറിവില്ലായ്മയാണ്. ഓട്ടിസ്റ്റിക് പിള്ളേർ സോഷ്യലാവാൻ മടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനെ കൂടുതൽ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ വരുന്നതെന്ന വിഷയത്തിലുള്ള റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ ഒരു തിയറി നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ കെയർ ഗീവേഴ്സിന് ഏതൊക്കെ രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അതായത് പാരൻസിൻ്റെ, സിബ്ലിങ്സിന്, കൂടെയുള്ള വേറെ കെയർ ടേക്കേഴ്സ്, ഗ്രാൻഡ് പാരൻസ്, ഇവർക്കൊക്കെ എങ്ങനെ കമ്മ്യൂണിക്കേഷനിലൂടെ ഇവരുടെ ഓട്ടിസ്റ്റിക് പിള്ളേർക്ക് വേണ്ടി കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആക്കാം, സോഷ്യലാക്കാം എന്ന രീതിയിലാണ് ഈ തിയറി ഉദ്ദേശിക്കുന്നത്. ഈ തിയറിയുടെ ഭാഗമായിട്ട് ആക്ടിവിറ്റീസ് ഉണ്ടാവും, റോൾ പ്ലേസ് ഉണ്ടാവും. ഓട്ടിസ്റ്റിക് പിള്ളേർ മെൻ്റലി ഇല്ലെന്നൊരു ഒരു 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 തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റാറുണ്ട്. അതങ്ങ് മാറ്റിയ ശേഷം പാരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതേപോലെ സോഷ്യൽ വർക്കേഴ്സിന് ഇതിനു വേണ്ടി ഓട്ടിസ്റ്റിക്കിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കണം. ഓട്ടിസം ബേസ്ഡ് ആയിട്ടുള്ള വിഷയത്തിൽ നമുക്ക് സോഷ്യൽ വർക്കേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അവരുടെ UG സിലബസിൽ കൊണ്ടുവരണം. സോഷ്യൽ വർക്ക് ഏജൻസിയുടെ അവരുടെ ഫീൽഡ് വർക്കിൽ ഓട്ടിസ്റ്റിക്കിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ചെയ്യണം. Mrs. Beena of Rotary Institute for Children in Need of Special Care Trivandrum. 1965 ആരംഭിച്ച സ്ഥാപനമാണ്. അന്ന് 12 കുട്ടികളുമായിട്ടാണ് ഈ സ്ഥാപനം തുടക്കം കുറിച്ചത്. ഇന്ന് 13,000-ൽ കൂടുതൽ കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിനിടയിൽ ഒട്ടേറെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത് കുട്ടികളെ പുറത്ത് കൊണ്ടുവരികയും 10-15 കുട്ടികളിൽ കൂടുതൽ പേർക്ക് നമുക്ക് പ്ലേസ്മെൻറ്റ് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഇതിൽ. മികച്ച കലാപ്രവർത്തനങ്ങളിലും കായിക പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ കുട്ടികൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റുമോ, ഏതൊക്കെ തരത്തിൽ കുട്ടികൾക്കൊരു ഇടപെടൽ നടത്താൻ കഴിയുമോ അതിനൊക്കെ മാനേജ്മെൻറ്റ് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നമുക്ക് സ്റ്റാഫിന് തന്നിട്ടുള്ളത്. 2 പ്രോജക്റ്റുകളാണ് നമ്മൾ വൊക്കേഷണലിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനും പിന്നെ ഒന്ന് സ്റ്റിച്ചിങ്. ഈ ക്ലാസ് ആക്ടിവിറ്റികൾക്കും അക്കാഡമിക്സിനും പുറമെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തെറാപ്പി സൗകര്യങ്ങളും നമ്മുടെ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. Father Thomas Changanariparambil, Central Institute on Mental Retardation, CIMR, has his observations. കേരളത്തിലെ ബുദ്ധിമാന്ദ്യ രംഗത്ത് ഏറ്റവും ആദ്യം പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഫെലിക്സ് അച്ഛനാണ്. ഫെലിക്സ് അച്ഛൻ 1970-കളിൽ ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ച ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിലാണ് അച്ഛൻ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ പരിശീലിപ്പിക്കുവാനായിട്ട് ആരംഭിച്ചത്. സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോലെ അക്ഷരം എഴുതി പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഈ കുട്ടികളെ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് അവരെ പര്യാപ്തരാക്കുക എന്നുള്ളതിനാണ് അച്ഛന് പ്രാധാന്യം കൊടുത്തത്. Sister Eliza Mary of CIMR has her observation. അച്ഛൻ ആദ്യം തുടങ്ങിയ സ്കൂൾ ബോർഡിംഗ് സ്കൂളായിരുന്നു. ഇപ്പോൾ ഒരു സ്കൂളുകളും ബോർഡിംഗ് സ്കൂളായിട്ട് തുടങ്ങാനായിട്ട് താല്പര്യമില്ല. കാരണം അച്ഛൻ പറയുന്ന ബോർഡിംഗ് വീട്ടിലായിരിക്കണം, കുഞ്ഞുങ്ങൾ പേരൻസിൻ്റെ സഹോദരൻ്റെയും കൂടെ വളരണം, പിന്നെ സ്കൂളിൽ വന്ന് പഠിച്ചു പോകണമെന്നുള്ളതാണ്. കഴിവ് കുറഞ്ഞവരായിട്ട് ആരുമില്ല. അവരുടെ കഴിവ് മനസ്സിലാക്കി ആ കഴിവിനെ വികസിപ്പിച്ചു കൊണ്ടുവരിക. വി ആർ ഓൾസോ ലൈക്ക് യു, നോട്ട് ലെസ് ദാൻ യു. ഇതാണ് അച്ഛൻ്റെ പോളിസി. അച്ഛൻ്റെ ആപ്തവാക്യമായിട്ട് അച്ഛൻ ഈ കുഞ്ഞുങ്ങളെ പറ്റി പറയുന്നത്. ഒഡീസി ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ഒറീസയിൽ നിന്ന് സാറിനെ കൊണ്ടുവന്നാണ് ഇവിടെ അവരെ ഒഡീസി പഠിപ്പിച്ചത്. അച്ഛൻ പറയുക 1 സെക്കൻഡ് ഗ്രേഡ് ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ട, എല്ലാം സൂപ്പർലേറ്റീവിൽ കൊടുക്കണമെന്നുള്ളത്. അങ്ങനെയാണ് കുതിരയൊക്കെ കലാം സാറിൽ നിന്ന്, കലാം സാറ് പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ അവിടെ കത്ത് കൊടുത്ത് അങ്ങനെ ആർമിയുടെ കുതിരയാണ് ഇവിടെ നമ്മൾക്ക് കൊണ്ടുവന്ന് കിട്ടിയത്. അപ്പോൾ സാറ് അവരുടെ പരിശീലനം കാണാനും ഇതെല്ലാം മനസ്സിലാക്കാനും ഇവിടെ പലപ്പോഴും വന്നിട്ടുണ്ട്. 7 പ്രാവശ്യത്തോളം CIMR തന്നെ കലാം സാറ് സന്ദർശിച്ചു. ഞങ്ങൾക്ക് 1999 85 കുട്ടികളെ ഡൽഹിയിൽ കൊണ്ടുപോയി റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുപ്പിക്കാൻ പറ്റി. സെക്കൻഡ് പ്രൈസ് കിട്ടി നമ്മുടെ പെർഫോമൻസിന്. അതുപോലെ തന്നെ 1992 ഒരു 10 പിള്ളേരെ നമുക്ക് സ്പെയിനിൽ പാരാ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കാൻ പറ്റി. കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിന് മുമ്പിലെ 4-5 ഫാമിലിയെ ഒന്നിച്ച് കൂട്ടും. അച്ഛനും അമ്മയും മാത്രം പോരാ, സഹോദരനും സഹോദരിയും ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവരെയും കൂടി കൊണ്ടുവന്ന്
ഈ കുട്ടികളുടെ കഴിവ് എന്താണ്, ഇവരുടെ പ്രോബ്ലം ഒന്നിച്ച് ഷെയർ ചെയ്ത് ആ രീതിയിൽ ഇവരെ പരിശീലിപ്പിച്ചു. അപ്പം പേരൻസ് തമ്മിൽ ഷെയർ ചെയ്യുമ്പം പറയും, ഓ എൻ്റെ കുഞ്ഞിന് മാത്രമല്ല പ്രോബ്ലം, മറ്റേ ആളിനും പ്രോബ്ലം ഉള്ള കുഞ്ഞുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ പ്രോബ്ലം നിസ്സാരം. അങ്ങനെ ഷെയർ ചെയ്യുമ്പം അവരുടെ ആ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ് അവർ സമാധാനത്തോടെ പോകുമായിരുന്നു. Sangeet Kumar, leader of NSS Bala Vikas Special School, Trivandrum Taluk Union President and State Vice President of NSS. 1978 ആരംഭിച്ചതാണ്. മിസ്സിസ് PRS പിള്ള ഒരു ട്രസ്റ്റ് തുടങ്ങി ഈ സ്ഥാപനം ആരംഭിക്കുകയായിരുന്നു. പിൽക്കാലത്ത് പിന്നെ ആ സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ മാഡത്തിനും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം നായർ സർവീസ് സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുകയുമാണ്. ഈ സ്ഥാപനം നോക്കാനായിട്ട് താലൂക്ക് NSS യൂണിയൻ്റെ ഭരണസമിതി അംഗങ്ങളുണ്ട്. അതിൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന മിസ്റ്റർ അനിൽ കുമാറുണ്ട്. അദ്ദേഹം ഇവിടുത്തെ ഒരു കോർഡിനേറ്ററാണ്, മാനേജറാണ്. ഇവരെല്ലാം ഇവിടുത്തെ ലോക്കലായിട്ട് ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത്. 3 ടീച്ചർമാർ, 4 ആയമാർ, ഒരു ഡ്രൈവർ, പിന്നെ ഇതിൻ്റെ പാചകത്തിനെല്ലാം ആയിട്ടുള്ള പിന്നെ കുക്കുകളും മറ്റ് സേവകരായിട്ടുള്ള ആൾക്കാരുമുണ്ട്. നമുക്ക് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണ്. സംസ്ഥാന സർക്കാർ പല വാഗ്ദാനങ്ങളും എല്ലാം നൽകുന്നുണ്ട്, അവർക്ക് സഹായിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പരിമിതികളും ബുദ്ധിമുട്ടുകളും നമുക്കറിയാമല്ലോ. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് നമ്മൾ കേന്ദ്ര സർക്കാരിനെ വേണം സമീപിക്കാൻ. കേന്ദ്ര സർക്കാരിനാവുമ്പം ഫണ്ട്സ് ലഭ്യമാണ്. അവർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് അവർ കുറച്ച് സഹായം നൽകുന്ന വലിയൊരു പ്രയാസമുണ്ടായിരിക്കില്ല. മോഹ രശ്മിത, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അറ്റ് ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആൻഡ് സ്പെഷ്യൽ സ്കൂൾ ആറ്റിങ്ങൽ. അങ്ങനെ അച്ഛൻ ഒരു ദിവസം ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഭിക്ഷ എടുക്കുന്ന ആളിനെ കാണുമായിരുന്നു. അദ്ദേഹം ഭയങ്കര നല്ല പെരി വെയിലത്തിരുന്ന് ഇങ്ങനെ ഭിക്ഷ എടുക്കുമായിരുന്നു. അങ്ങനെ അച്ഛന് വിഷമം തോന്നി. അച്ഛൻ കൂടെ പോരുന്നെന്ന് ചോദിച്ച ആൾ കൂടെ വന്ന്. അങ്ങനെയാണ് അച്ഛൻ ഒരു സ്ഥാപനം ഇങ്ങനെ തുടങ്ങാമെന്ന്, അവർക്ക് വേണ്ടി എന്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തുകൂടാ, ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുവാണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നത് എന്ത് ചെയ്തു കൊടുത്തുകൂടാ എന്നുള്ളൊരു തോന്നലുകൊണ്ട് അച്ഛൻ ചെയ്തതാണ്. പിന്നെ ഇവിടെ 50ഓളം കുട്ടികൾ മാത്രമല്ല വൃദ്ധരും സ്റ്റാഫ് ഉൾപ്പെടെ 50ഓളം ആൾക്കാരുണ്ട്. അവരെല്ലാം ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. പോയി വരുന്നവർ കുറവാണ്. പിന്നെ പാരൻസ് ഉള്ളവരുണ്ട്, പാരൻസ് ഇല്ലാത്തവരുണ്ട്. നമ്മൾ തന്നെ അവരെ കാര്യങ്ങൾ നോക്കണമെന്നുള്ളവരുണ്ട്. പാരൻസ് ഇല്ല, ചിലർക്ക് എത്തിപ്പെടാൻ പറ്റാത്തവരുണ്ട്. ചിലപ്പോൾ ഒരു സിംഗിൾ പാരൻ്റ് ആയിരിക്കും, അമ്മ മാത്രം കാണും. പക്ഷേ അവരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പാരൻസുമാണ്. ഇല്ലാത്തവരും ഉണ്ട്. വിളിച്ചാൽ ഒരു ഹോസ്പിറ്റൽ കേസിന് വിളിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുണ്ട്. ലാസ്റ്റ് പരാതിയും എല്ലാം പറയുന്നത് നമ്മുടെ അടുത്തായിരിക്കും. നമ്മളായിരിക്കും അവരെ മുന്നിൽ കുറ്റക്കാർ വരും. മിസ്റ്റർ ജിനി മോൻ, മാനേജർ, ചാരിറ്റി വില്ലേജ് വെഞ്ഞാറമൂട്, ഷെയർസ് ഹിസ് വ്യൂസ് ആൻഡ് സജഷൻസ്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാൻ വൈസ് സമാനി ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും അതിൽ ആകൃഷ്ടനായിട്ടാണ് ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ വന്നത്. കഴിഞ്ഞ 7 വർഷത്തോളമായി ഈ പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്. ആരുമില്ലാത്ത ഏറ്റവും അനാഥരായ ഭിന്നശേഷിക്കാരായ വിവിധതരം ശാരീരിക മാനസിക വൈകല്യങ്ങൾ ഉള്ള കുട്ടികളെയാണ് നമ്മൾ ഏറ്റെടുത്ത് സംരക്ഷിച്ചു പോകുന്നത്. നമ്മുടെ അഡ്മിഷൻ എന്ന് പറയുന്നത് പൊതുപ്രവർത്തകർ, അമ്പലം, ചർച്ച്, ജമാഅത്ത് ഒക്കെ അവിടെ ഉള്ളവരുടെ അവസ്ഥ നമ്മളോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി അന്വേഷിച്ച് ഇത് സത്യമാണ് എന്ന് മനസ്സിലാക്കി തീർത്തും അനാഥരാണെങ്കിൽ മാത്രമാണ് നമ്മൾ അഡ്മിഷൻ ഇവിടെ കൊടുക്കുന്നത്. Differently able can also learn magic is the considered view of Sadanandan, magic teacher at Different Arts Center in Magic Planet, Trivandrum. ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൽ 300ഓളം കുട്ടികൾ ഉണ്ട്. 8ഓളം വേദികളിലായി കുട്ടികൾക്ക് കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിച്ച് അവരെ വളർത്തി ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ സാധാരണ കുട്ടികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കലാപരമായ ഏത് കാര്യത്തിലാണോ കഴിവുള്ളത് അതിലേക്ക് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുകയും ആ ക്ലാസ്സിലേക്ക് അവരെ മാറ്റുകയും അവരെ പഠിപ്പിച്ച് അത്തരത്തിൽ അവരുടെ സാധാരണ കുട്ടികളെ പോലെ ആക്കി മാറ്റുക എന്നുള്ളതാണ് മുതുകാട് സാറിൻ്റെ ലക്ഷ്യം. Music is also meant for the differently able. Meera
Music teacher, Different Arts Center, Magic Planet. രാവിലെ 10 മണിക്ക് തുടങ്ങിയാൽ അവർ 4 മണി വരെ അവർക്ക് ട്രെയിനിങ് ആണ് ഓരോ സെക്ഷനിലും കൊടുക്കുന്നത്. ഈ സെക്ഷനുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന മാജിക് പ്ലാനറ്റ് വിസിറ്റ് ചെയ്യാൻ വരുന്ന ഓഡിയൻസ് അവർക്ക് കൊടുക്കുന്ന കയ്യടിയും പ്രോത്സാഹനവുമാണ് അവരിൽ പകുതിയോളം ഭൗതിക മാറ്റം വരുത്തുന്നത്. Now we are at the end of a journey through a rugged terrain of intellectual disability in Kerala, in its historical and contemporary context. Kerala, often heralded as God's own country, is a testimony of a society with equality and inclusivity for its integral values. Rather than sympathy or compassion, individuals with intellectual disability deserve our genuine love and acceptance. The hallmark of greatness of individuals, family, society, of a nation lies in the manner in which the disabled, marginalized, and less fortunate are treated. It's imperative that we listen to their voices and accept their unique contributions, reaffirming them that we value their inherent worth. Let's remember that our progress is measured by our commitment to inclusivity and respect for all individuals, regardless of their capabilities or lack of them. By building up a more inclusive society, we not only uplift those with intellectual disabilities, but also enrich our own lives, whereby the fabric of our society is seamlessly attractive.